ഉള്ളവനോ നിന്റെ ഭർത്താവല്ല. ഇത് കിണറ്റിൻകരയെ വെച്ച് ക്രിസ്തു കണ്ട ഒരു ഖനാന പെണ്ണിനോട് കാച്ചിയ ഡയലോഗാണ്. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവനോ ഭർത്താവെന്ന് പറഞ്ഞ് കൂടിയിരിക്കുന്നവനോ നിന്റെ ഭർത്താവുമല്ല. ഈ സത്യം അറിയാവുന്ന വേറൊരു വ്യക്തി ഈ സ്ത്രീ അല്ലാതെ ക്രിസ്തു ആയതുകൊണ്ട് ക്രിസ്തുവിനോട് അവൾക്ക് ഭയം തോന്നി. അവിടെ അടുത്ത ക്രിസ്തു ഏറ്റവും വലിയ ഒരു രഹസ്യം നാട്ടുകാരോടൊക്കെ പല പ്രസംഗങ്ങളും നടത്തിയാലും പറയാതെ അവളോട് മാത്രം പറഞ്ഞത്, ദൈവത്തെ ആരാധിക്കുന്ന കാലം വരുന്നു. ആമലയിലുമല്ല, യെരുശലേമിലുമല്ല, കൂടലിപ്പള്ളിയിലുമല്ല, കലഞ്ഞൂപ്പള്ളിയിലുമല്ല, മണർകാട്ടുമല്ല, പുതുപ്പള്ളിയിലുമല്ല, സത്യത്തിലും ആത്മാവിലും സത്യസന്ധമായ ജീവിതം ആത്മാവിനാഥനെ ആരാധിക്കുന്നു. ആ കാലം വരുന്നു. ആത്മാവിനെ അറിയുന്നു. അതിന് അറയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിൽ നീ കണ്ടെത്തേണ്ട കാര്യമാണ്. അത് പള്ളിയിൽ പോയിട്ട് കത്തനാരെ ചന്തി അങ്ങോട്ട് തിരിഞ്ഞോ ഇങ്ങോട്ട് തിരിഞ്ഞോ എന്നുള്ളതിനകത്തേക്കും വരുന്ന വിഷയമേ അല്ല. നിൻ്റെ മനസ്സാണ് മനസ്സിനെ ഉണർത്തുപാട്ടായ യൂണിവേഴ്സൽ കോൺഷ്യസ്നസിനെ അറിയേണ്ടതും ആസ്വദിക്കേണ്ടതും അലിഞ്ഞു ചേരേണ്ടതും ആനന്ദിക്കേണ്ടതും. ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ക്രിസ്തു വേറൊരു സമയത്തൊരു കാച്ചി, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ, കവിയണം, അവർക്കൊരു നീതിബോധമുണ്ട്, അതിൽ താങ്ങി നിൽക്കരുത്. ഇതാ നീതി എന്ന് പറഞ്ഞിരുന്നാണ്ടല്ലോ, വൈ ഷുഡ് ഐ മൂച്ച് യു മൂച്ച്, അതിനെ കവിയണം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾക്ക് അപ്രാപ്യമാണ്. അതാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് പറ്റിയേക്കുന്നത്. നീതിന്യായ കോടതി വിധിച്ചു, സുപ്രീം കോടതി തന്നെ വിധിച്ചു, ആ പള്ളികളെല്ലാം അവർക്ക് കൊടുത്തായിരുന്നു. അത് മനുഷ്യരുടെ നീതിയാണ്, ഇന്ത്യൻ പീനൽ കോഡാണ്, അതിനെ ആക്ഷേപിക്കുകയല്ല. പക്ഷെ ദൈവത്തിൻ്റെ നീതിയുണ്ട്. സഹോദരനുള്ള യാതൊന്നിനെയും മോഷ്ടിക്കരുത്. അവൻ ഏത് വിശ്വാസത്തിലായിക്കോട്ടെ, ശ്വാസമുള്ളിടം വരെയല്ലേ ഉള്ളൂ വിശ്വാസം. പക്ഷേ അവൻ്റെ പിടിയരിയും അവൻ്റെ വേർപ്പും അവൻ്റെ ചുക്കിലി പൈസയും കൂടെ, വിധവയുടെ ചില്ലിക്കാശും എല്ലാം കൂടെ ചേർത്തല്ലേ ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയതും ഈ ആരാധനാലയം ഉണ്ടായതും. അത് നീ നിയമത്തിൻ്റെ പേരിലും വക്കീലന്മാരുടെ നാവിൻ്റെ അറ്റത്ത് കഴിയുന്ന ചില ടെക്നിക്കൽ ഏർപ്പാടിൻ്റെ പേരിലും നീ പിടിച്ചു പറിക്കരുത്. സഹോദരനുള്ള യാതൊന്നിനെയും നീ മോഹിക്കരുത്. രണ്ടുള്ളവനൊന്നില്ലാത്തവന് കൊടുക്കാൻ പറഞ്ഞ ക്രിസ്തുവിനെയും രണ്ടുള്ളവൻ്റെ അല്ല ഒന്നുള്ളവൻ്റെ കയ്യിൽ നിന്ന് തന്നെ അതിന് പിടിച്ചു പറിക്കുക. രണ്ടാമത് സ്വന്തമായിട്ട് ഒരെണ്ണം ഉള്ളവന്. ഈ കൊടുവനീതി ഓർത്തഡോക്സ് സഭയ്ക്ക് ഭൂഷണമല്ല. ഓർത്തഡോക്സ് സഭ അതിൻ്റെ നാശത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് എൻ്റെ അത്താനാസോസ് മെത്രാൻ്റെ ശവം എറണാകുളത്തെ റെയിൽവേ ട്രാക്കിൽ കിടന്നതും. അത് ചോദിക്കാനും പറയാനുമില്ലാതെ അവസാനം കാക്കയും കുരുവിനെയും കൊണ്ട് ഇടുന്ന പോലെ അദ്ദേഹത്തെ ഖബറടക്കിയതും. ഇതെല്ലാം കൂടെ ഓർത്ത് വായിച്ചാൽ, ഇപ്പോഴുള്ളവനോ നിൻ്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞ ആ ജ്ഞാനായക്കാരി പെണ്ണിൻ്റെ കൂട്ട് ഒരു പെമ്പറന്നവരെ ഇവിടെ അടുത്തൊരു പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് താമസിച്ചിരുന്നു എൻ്റെ കൊച്ചുനാളിൽ. അവിടെ മൂത്ത മോള് അമേരിക്കയിൽ പോയി, ഇളയ 3-4 പെൺപിള്ളേരുണ്ട്, അവളുമാരെ എല്ലാം കൊണ്ടുപോയി. പിന്നെ ഒടുവിൽ ഒരു ചെറുക്കനെ കിട്ടി, ആ ചെറുക്കനെയും കൊണ്ടുപോയി. 5 പിള്ളേരെ, 5 പേരും 5 ഭർത്താക്കന്മാരുടെ ആയിരുന്നു. ഭർത്താവ് ഒരാളെ ഉള്ളായിരുന്നു. ദൈവത്തിന് കാരണം കൊണ്ട് ഭർത്താവിൻ്റേതായിട്ടൊന്നും ആ വീട്ടിലുണ്ടായില്ല. ഇത് നാട്ടുകാർക്കും അറിയാം, പുള്ളിക്കാരിക്കും അറിയാം, മക്കൾക്കും അറിയാം. അതിന് എൻ്റെ കൊച്ചുനാളിൽ എൻ്റെ ചിന്ത, ഇത്രയും അധർമ്മം അമ്മയുടെ തിരുമുമ്പിൽ ഇരുന്ന് ഈ പെണ്ണുപിള്ള ചെയ്തിട്ട് ഇവളെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നല്ലോ,
ഇവിടെ അമേരിക്കയിൽ പോയല്ലോ, ഇവിടെ പിള്ളേർക്കെല്ലാം കാശായല്ലോ എന്നൊക്കെയായിരുന്നു. ദൈവത്തിൻ്റെ നീതിയും മനുഷ്യരുടെ നീതിയും നമ്മളിൽ വേർതിരിവുണ്ട് എന്നുള്ളതിൻ്റെ പച്ചയായ തെളിവാണ് ആ പെണ്ണിനോട് ക്രിസ്തു പരമരഹസ്യം പറഞ്ഞതെന്ന് എനിക്ക് അന്നേരം പിടികിട്ടി. ദൈവത്തിൻ്റെ നീതിയിൽ പെടുന്നതാണ് സത്യവും ആത്മീയതയും മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളതുമൊക്കെ. അതാണല്ലോ രണ്ടാമത്തെ കൽപ്പനയിൽ തന്നെ അത് വന്നത്. നിൻ്റെ നാളുകൾ ദീർഘമായിരിക്കാൻ നിൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത്. ഞാൻ കാട് കയറുകയല്ല, ഇത് പറയാനാണ് ഞാൻ ഈ വന്നതല്ല. ഇന്നത്തെ പ്രവണത കഴിഞ്ഞ ഒരു 40 കൊല്ലമായിട്ട് ഞാൻ കാണുന്നത്, എൻ്റെ മക്കൾക്ക് പ്രായമാവുന്ന ഒരു 19 വയസ്സ് 18 വയസ്സൊക്കെ ആവുന്ന മൂത്ത ചെറുക്കനാവുന്നതിന് മുമ്പേ തന്നെ ഈ പ്രവണത ഉണ്ട്. എൻ്റെ മൂത്ത ജ്യേഷ്ഠനിൽ ഞാനിത് വ്യക്തമായിട്ട് കണ്ടതാണ്. മാതാപിതാക്കളെ എതിർക്കുക. എൻ്റെ അപ്പച്ചൻ്റെ കാലത്ത് ഇതുണ്ടായിരുന്നിരിക്കാം, എൻ്റെ ചരിത്രം എനിക്കറിയത്തില്ല. പക്ഷേ മൂത്ത സഹോദരൻ്റേത് ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. മാതാവിനെയും പിതാവിനെയും അപമാനിക്കുക, അവരെ എതിർക്കുക, അവരെ അനുസരിക്കത്തേയില്ല എന്നുള്ള വ്രതമെടുക്കുക. എന്നിട്ട് തൽഫലമോ സ്വയം മുടിയുക, മക്കളെ അന്ധകാരത്തിലേക്ക് നയിക്കുക. അപ്പനെയും അമ്മയെ എതിർത്ത ഒരൊറ്റ കുടുംബം, അവൻ്റെ വംശാവലി പിന്നെ നല്ലതായിട്ടില്ല. വിവാഹത്തിലായാലും വിവാഹം കഴിഞ്ഞായാലും വിവാഹത്തിൻ്റെ ഏർപ്പാടിലായാലും അല്ലാത്ത ഏർപ്പാടിലായാലും മാതാവിനെയും പിതാവിനെയും ധിക്കരിച്ചിട്ട് അപമാനിച്ചിട്ട് പോയി കർമ്മം ചെയ്തോ, വൈ ഷുഡ് ഐ മൂഞ്ച് യു മൂഞ്ച്. തീർന്നു, അവൻ്റെ ഇടപാട് തീർന്നു, അവൻ്റെ വംശാവലി തീർന്നു. അല്ലേ ഇരുന്ന് കണ്ടു. ഞാൻ ഒരുപാട് സർവേ നടത്തിയപ്പോൾ ഈ ഇപ്പോഴുള്ളവനോ നിൻ്റെ ഭർത്താവല്ല എന്നുള്ളതല്ല വലിയ പാപം, അതിലും വലിയ പാപം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളതാ എന്ന് മനസ്സിലായി. അതില്ലാത്തപ്പോഴാണ് വലിയ പാപം ചെയ്യുന്നത്. നിനക്ക് ഭൂമിയിൽ നന്മയുണ്ടാകുവാനും നിൻ്റെ നാളുകൾ ദീർഘമായിരിക്കാനും നിൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന് രണ്ടാമത്തെ കൽപ്പനയായിട്ട് ഇത് മോശയെ കൊണ്ട് എഴുതിപ്പിച്ചതും ഇത് തന്നെ സംഭവം എന്ന് ശമൂവേൽ കൂടൽ ആണയിട്ട് നിങ്ങളോട് പറയുന്നു. ഇതുവരെ മാതാപിതാക്കളെ അപമാനിക്കുന്നതും അവരെ അനുസരിക്കാതിരിക്കുന്നതും ഒരു ഫാഷനായിട്ട് കണ്ട എല്ലാ മക്കളോടും പറയുന്നു, നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം അനുവർത്തിച്ചത് ആനിമൽ ടെൻഡൻസി മാത്രമേ ഉള്ളൂ. അതെല്ലാ ജീവജാലങ്ങളും ഇവിടെ ചെയ്യുന്നതാണ്. അതിനകത്ത് കൂടുതലായിട്ടൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല, ഒരു കർമ്മവും ചെയ്യുന്നില്ല. പക്ഷെ അവരാരും ചെയ്യാത്ത, ഒരു കുരുവിയും ചെയ്യാത്ത, ഒരു കോഴിയും ഒരു കൊക്കും ഒരു പശുവും ഒന്നും ചെയ്യാത്ത ഒരു കർമ്മം ചെയ്യുന്നുണ്ട് മനുഷ്യൻ. അവനെ സ്വയം കണ്ടെത്തുക എന്നുള്ളതും അവനെ ജീവൻ, അവൻ്റെ ജീവനെ, ഉറവിടമായ ജീവനെ ആരാധിക്കുക എന്നുള്ളതും. എൻ്റെ ജീവൻ എൻ്റെ പിതാവിൻ്റെ ജീവൻ്റെ കണ്ടിന്യൂറ്റിയാണ് എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ജീവൻ്റെ കണ്ടിന്യൂറ്റിയാണ് എൻ്റെ 3 ആൺപിള്ളേരും എന്ന് ഞാനും അറിയുന്നു. അവർക്ക് ആ അറിവില്ലെങ്കിൽ അവരാണ് അറിവുകേടൊരു പാപമാണ്, മറവിയൊരു പാപമാണ് എന്ന് വരുന്നത് പോലെ മഹാപാപം ചെയ്യുന്നത്. ലെഫ്റ്റ് കൂടെ വണ്ടി ഓടിക്കേണ്ടിടത്ത് അറിവുകേട് കൊണ്ട് മറുസൈഡിൽ വണ്ടി ഓടിച്ചാൽ ആക്സിഡൻറ്റ് ഡെഫിനിറ്റാണ്, ശിക്ഷയും ഡെഫിനിറ്റാണ്. അറിവുകേടൊരു പരിഹാരമേ അല്ല. നീ അറിയണം, നിൻ്റെ ജീവൻ എവിടെ നിന്നാണ് തുടങ്ങിയത്? അത് അപ്പൻ്റെ ജീവനിൽ നിന്നാണ് തുടങ്ങിയത്. അമ്മയെന്ന് പറയുന്ന ഉപാധിയിൽ കൂടെ ഒന്ന് ഒഴുകി വന്നു 9 മാസത്തേക്ക്. അപ്പനിൽ നിന്നാണ് നീ ഉണ്ടായത്. അതാ നിൻ്റെ ദൈവം. നിൻ്റെ നാളുകൾ ദീർഘമായിരിക്കാൻ നിൻ്റെ ജീവൻ്റെ ഉറവിടമായ ദൈവത്തിങ്കലേക്ക്, ആത്മാവിൻ്റെ ഉറവിടം, ആത്മാതിനാഥനായ ദൈവം, ശരീരത്തിൻ്റെ ജീവൻ്റെ ഉറവിടമോ ചലനത്തിൻ്റെ, അത് പിതാവ് തന്നെ. ആ പിതാവ് ആരുമായിക്കോട്ടെ,
അവൻ്റെ നഗ്നത പറയാൻ നിനക്ക് അവകാശമില്ല, നിനക്ക് മാത്രം അവകാശമില്ല. നീ ധിക്കരിക്കാതിരിക്കേണ്ടത് ഒരാളിനേ ഉള്ളൂ. ഇന്ത്യയെ ജീവിക്കുമ്പം ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യൻ പീനൽ കോഡിനെയും, അത് ശരീരത്തിൻ്റെ ആവശ്യം, ജീവൻ്റെ തുടിപ്പിന് ആവശ്യമോ നിൻ്റെ മാതാപിതാക്കളെ, നിൻ്റെ ആത്മാവിൻ്റെ ആവശ്യമോ നിന്നിൽ നീ കണ്ടെത്തിയ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിനെ, നിൻ്റെ മനസ്സിൻ്റെ ഉണർവിനെ, നിന്നിൽ നിവസിക്കുന്ന ദൈവീകതയെ, തത്വമസി, അത് നീ തന്നെയാകുന്നു. ഇങ്ങനെ കാര്യങ്ങൾ കാര്യവിചാരം ചെയ്തു വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും, തന്തയ്ക്ക് പറക്കാത്തവരാരുമില്ലല്ലോ. ജാരന് പറന്നാന്നേലും അവനാന്നല്ലോ നിൻ്റെ തന്ത. ഒരു പുരുഷനിൽ നിന്ന് ജീവൻ്റെ തുടക്കം കുറിച്ച് മുന്നോട്ടൊഴുകുന്ന ജീവൻ്റെ തുടിപ്പുകളെയും നിങ്ങളെല്ലാവരും കേൾക്കാൻ പറയുക. നിങ്ങൾക്കൊരു തന്തയുണ്ട്, നിങ്ങൾക്കൊരു മാതാവുണ്ട്. അവരാണ് നിങ്ങളുടെ കാണപ്പെട്ട ദൈവം. അവർ പരിചയപ്പെടുത്തിയതാ കൃഷ്ണനാണ് നിൻ്റെ ഭഗവാൻ, ക്രിസ്തുവാണ് നിൻ്റെ രക്ഷകൻ, അള്ളാവാണ് നിൻ്റെ എല്ലാം എന്നൊക്കെ. പിന്നെ അവിടുത്തെ പഠിപ്പീരിൻ്റെ കൂടുതൽ കൊണ്ടാണ് ന്യായങ്ങളെ കവച്ചു വെച്ച് അന്യജാതിക്കാരനെ തട്ടിയേരെ എന്നൊക്കെ വരുന്നത്. അതവിടെ വിചാരണ ചെയ്യേണ്ട കാര്യം അല്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ നിങ്ങൾ പള്ളിയിൽ പോകരുത് എന്ന്. നിങ്ങൾ വേശ്യാലയങ്ങളിൽ പോകരുത്, നിങ്ങൾ മദ്യഷാപ്പിൽ പോകരുത് എന്നൊന്നും സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടില്ല. മനുഷ്യന് ഏറ്റവും പെട്ടെന്ന് പറ്റാവുന്ന അപകടം പള്ളിയാണ്. നിങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന പള്ളി, നിങ്ങളിലെ മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്ന പള്ളി, നിങ്ങളിലെ ദൈവികതയെ നശിപ്പിക്കുന്ന പള്ളി, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ഒക്കാത്ത പള്ളി, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനായിട്ട് ആ ജാതിക്കാരൻ വന്നാൽ, ആ വിഭാഗക്കാരൻ വന്നാൽ, പെന്തക്കോസുകാരനെ മാത്രം സ്നേഹിക്കുന്ന ഒരു ലോകം വന്നാൽ നിനക്ക് അയൽക്കാരനെ സ്നേഹിക്കാൻ ഒക്കൂ. കത്തോലിക്കനാ അടുത്ത് വന്നെങ്കിൽ അവനെ വെറുത്തോണം, അവനോടുകൂടി വിവാഹം പോലും പാടില്ല. എൻ്റെ അടുത്തൊരു ഈഴവ കുടുംബമായിരുന്നു. അവിടുത്തെ സ്വർണ്ണലത തങ്കമണി, അവളും ഞാൻ ഒന്നിച്ചാ പഠിക്കുന്നേ. എൻ്റെ അമ്മ എന്നോട് പറയും, എടാ ഇന്ന് ഞായറാഴ്ചയാ, അവളോട് മിണ്ടല്ലേ, നിക്കരട്ട ചെറുക്കനോടാ പറയുന്നേ. കാരണം അവർ ഹിന്ദുക്കളോട് പുണ്യ ദിവസം മിണ്ടരുത്, ദുഃഖവെള്ളിയാഴ്ച തിരിഞ്ഞു നോക്കരുത്, നോക്കുക പോലും വരുത്. അങ്ങനെ വെറുപ്പിൻ്റെ കൂതാശയ എന്നെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ പഠിപ്പിച്ചത്. ഇത് അനുഭവ സാക്ഷ്യമാണ്. അമ്മയാരായി തെമ്മാടത്തിനെ പഠിപ്പിച്ചത്? പള്ളിയിൽ പോയപ്പോൾ കത്തനാര്. അതുകൊണ്ടാണ് എൻ്റെ അമ്മയോട് കർത്താവ് പറഞ്ഞത്, സാറാമ്മേ പ്രാർത്ഥിക്കാൻ നീ പള്ളിയിൽ പോകരുത് എന്ന്. എൻ്റെ അമ്മ അനുസരിച്ചില്ല. അതുകൊണ്ടാണ് അച്ഛൻ്റെ വിഷം അമ്മ അവിടുന്ന് കേട്ട് എൻ്റെ അണ്ണാക്കി തിരികാൻ നോക്കിയത്. പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു. ഇതിൻ്റെ ടോട്ടാലിറ്റി മനസ്സിലായപ്പം ഞാൻ ഈ അച്ഛനെയും വിട്ടു, ഈ പള്ളിയെയും വിട്ടു. ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ സനാതന മതത്തിൽ പണ്ട് ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നു. സവർണ മേധാവിത്വത്തെ ഭയന്ന് ഞങ്ങൾ അവർണരെ ക്രിസ്ത്യാനികളായതാ, മുസ്ലിങ്ങളായതാ. ഞാൻ തിരിച്ചു വന്നു, ഘർ വാപ്പസി. ഇപ്പം കലഞ്ഞൂരമ്പലത്തിലാണ് എൻ്റെ മെമ്പർഷിപ്പ്. കിഴക്കേക്കരയിലെ 45ാമത്തെ വീടാണ് എൻ്റേത്. ഐ എം സോ ഹാപ്പി, ഭഗവാന് ഹാപ്പി. കർത്താവ് ഇതുവരെ എന്നോട് പറഞ്ഞില്ല, ഇതുവരെ എൻ്റെ അടുത്ത് നീ വന്നേച്ച്, കന്യമറിയാമിൻ്റെ അടുത്തും വന്നേച്ച് നീ ഇപ്പോൾ എന്തുവാണ് അമ്പലത്തിൽ പോയെന്ന് ചോദിച്ചുമില്ല. കാരണം അവരെല്ലാം ഒന്നാ. പലരാണ് ദൈവങ്ങളെന്ന് വന്നാകിലോ കലഹം സുലഭമാണ് ഉയരത്തിലും. അവരുടെ അടിപിടി ഓശയോ ഇടിനാദം, അറിവൂറും ശാസ്ത്രങ്ങൾ അപപാഠമോ എന്ന് പണ്ടേ എൻ്റെ മനസ്സെന്നോട് ചോദിച്ചതാ. അവരൊന്നേ ഉള്ളൂ, ഏകമായിവിടം. ശത്രുവിലും നിന്നിലും ഒരുപോൽ ചലനാധാരമതാത്മൻ ഞാൻ മാത്രമേ ഉള്ളൂ ആത്മാവായിട്ട്. ശത്രുവിലും നിന്നിലും, അർജുന നീ കൊല്ലാൻ മടിക്കുന്ന ഭീഷ്മരിലും, നീ കൊല്ലാൻ മടിക്കുന്ന ദുര്യോധനിലും, നിന്നിലും എല്ലാം കാണുന്ന ഏക വസ്തുവാ, ഏക സത്യമാ, ഏക സത്തയാ. അത് ഞാൻ മാത്രമാണ്. വേറൊന്നും എടുക്കാനില്ലടാ ആളിയാ. നീ ഇപ്പം കർമ്മം ചെയ്യാനാ പറഞ്ഞത്.
അത് കൊലപാതകമല്ല, അത് കൊടുങ്ങല്ലൂരമ്മയുടെ തെറിയുമല്ല. അതിനെ കൊടുങ്ങല്ലൂരമ്മയുടെ തെറിയാക്കിയ നാവ് വരെ നമ്മുടെ പൊന്നു നാട്ടിലുണ്ട്, മാവേലിയുടെ പൊന്നു നാട്ടിൽ. ഇവനെയൊക്കെ അവൻ്റെയൊക്കെ നാവ് പിഴുതെറിയാൻ ഞാൻ പറയത്തില്ല, പക്ഷേ കാലം അത് ചെയ്തിരിക്കും. നിയമങ്ങൾ കൊണ്ടുവന്ന് ഇവരുടെ ടീച്ചിങ്സ് എല്ലാം തെറ്റായതുകൊണ്ട് ഭാരതത്തിൻ്റെ സംസ്കാരത്തിനും സനാതന ധർമ്മബോധത്തിനും എതിരായ എല്ലാ ടീച്ചിങ്സും ഈ മണ്ണിൽ ഇല്ലാതാക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ സ്വന്തം ഭൂമിയാവും. ഭാരതം അറിവിൻ്റെ മേൽക്കോയ്മയുടെ നളന്ദ, തക്ഷശില, പണ്ടത്തെ എൻ്റെ കർത്താവ് എന്ന് പഠിച്ച യൂണിവേഴ്സിറ്റികളുടെ ശ്രേഷ്ഠഭൂമിയാവും. അന്നേരം ശ്രേഷ്ഠ ഭാരതമാവും, ദൈവത്തിൻ്റെ സ്വന്തം നാടാവും, ഋഷിമാരുടെ മണ്ണാവും. ഇവിടെ ദേവന്മാർ വന്ന് വീണ്ടും വീണ്ടും മനുഷ്യജന്മമെടുക്കും. ഇവിടെ പാലും തേനും സമാധാനവും ഒഴുകുന്ന മാവേലിയുടെ നാടാവും. അതിന് ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നന്മതിന്മകളെ വേർതിരിച്ചറിയുന്ന, നിങ്ങളെ പഠിപ്പിച്ച നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അറിവിൻ്റെ ശ്രീകോവിലെത്തി എന്നുള്ള അഹമ്മതി വന്നാലും അവരെ നിസ്സാരവൽക്കരിക്കരുത്. അവരുടെ വാക്കുകൾക്ക് മുൻതൂക്കമിട്ട് പൊന്നുപോലെ കൊണ്ടു നടന്നോണം. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ഇപ്പം കഴിക്കും പിന്നെ മധുരിക്കും. വിവാഹത്തിന് അപ്പനെയും അമ്മയെ എതിർത്ത ഒരുപാട് പണക്കാരെയും പണമില്ലാത്തവനെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ ദാമ്പത്യ ജീവിതം ഗുണം പിടിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഒരെണ്ണത്തിൻ്റെ അപ്പനെയും അമ്മയും ആ സമയത്ത് ധിക്കരിച്ച് അവരുടെ കണ്ണുനീര് തറ വീണോ, അപ്പൻ്റെ അമ്മയുടെയും കണ്ണുനീര് വീണോ, നീ പോയി, നിൻ്റെ തലമുറ പോയി. നീ പിന്നെ എത്ര പള്ളിയിൽ പോയാലെന്താ, എത്ര വെളുപ്പാങ്കാലത്തിരുന്ന് പ്രാർത്ഥിച്ചാലെന്താ? വൈ ഷുഡ് ഐ യു? അപ്പനെ എതിർത്തുകൊണ്ട് പോയി കെട്ടിയാലെന്താ? നിനക്കുണ്ടാവുന്ന സന്തതി നിൻ്റെ കാലുവാരിയായിരിക്കും. അതുകൊണ്ട് നിൻ്റെ നാളുകൾ ദീർഘമായിരിക്കാൻ, നിനക്ക് ഭൂമിയിൽ നന്മയുണ്ടാകുവാനായിട്ട് നിൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നുള്ള കൽപ്പന ഈശ്വരനെക്കാട്ടിലും പ്രാധാന്യത്തിലെടുത്ത് നെറ്റിക്കൊട്ടിച്ചുകൊണ്ട് നടന്നോ മോൻ്റെ മോന്മാരെ. നീയെല്ലാം ഒരുത്തൻ്റെ മോനാ. എൻ്റെ മോന്മാരെ, നീയെല്ലാം ഒരുത്തൻ്റെ മോനാ. അവനിൽ നിന്നാണ് നിൻ്റെ ജീവിതം തുടങ്ങിയത്. അവൻ്റെ വലിയ തന്തയിൽ നിന്ന് അവനാ ജീവിതം തുടങ്ങിയത്, നീ അല്ല. നിൻ്റെ ജീവിതം, നിൻ്റെ ജീവൻ്റെ തുടിപ്പുകൾ അവൻ്റെ ശരീരത്തിൽ നിന്നാണ് ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയാടാ. നീ അത് തന്നെയാടാ കാളെ, നീ അത് തന്നെ. നിൻ്റെ അപ്പൻ്റെ പുനർജന്മമാടാ നീ. നീ നിൻ്റെ അപ്പനെ വെറുക്കുമ്പം നീ നിന്നെ വെറുക്കുന്നടാ നായേ. അയ്യോ നായെന്ന് വിളിച്ചൂടാ. നിൻ്റെ അമ്മയെ നീ വെറുക്കുമ്പം നീ നിന്നെ വെറുക്കുന്നടാ. അവരെക്കുറിച്ച് ദൂഷണം പറയുമ്പോൾ ഷേം ഹാം യാഫേത്ത് എന്ന നോഹയുടെ മക്കളെ ഞാൻ ഓർത്തു പോകുന്നേ. പാടില്ല, ശപിക്കപ്പെട്ടവരാവും. അപ്പൻ്റെ നഗ്നത പുറത്തു പറഞ്ഞവൻ ശപിക്കപ്പെട്ടവനായി. വേറെ വകുപ്പൊന്നുമില്ല. അതിന് മിനിമം പരിപാടിയും അവസാനം സുപ്രീം കോടതിയും മരണവിധി മാറ്റിയിട്ട് കഠിന തടവൊന്നും കൊടുക്കുന്ന പരിപാടിയില്ല. തീർന്നിടപാട്. അതിൻ്റെ സുപ്രീം കോടതിയുടെ ഫൈനൽ വിധിയാ. പ്രസിഡന്റ് യഹോവ ഒപ്പിട്ടതാ. നീ തീർന്നു, നിൻ്റെ വംശാവലി തീർന്നു. നിനക്കിനി വംശാവലി ഇല്ല ഈ ഭൂമിയിൽ. ഭൂമി മലയാളത്തിലല്ല, ആഗോള ഭൂമിയിൽ നിനക്കില്ലടം. നിനക്കിടമില്ല, കാരണം നിനക്കിടയനില്ല. നീ എവിടുന്നുണ്ടായി? നിനക്ക് പൈതൃകമില്ല. നീ നിൻ്റെ കൊച്ചുമോനോട് പറയുമോ അപ്പൻ ഇന്നാരായിരുന്നെന്ന്? അതിൻ്റേതായ മഹത്വത്തിൽ എൻ്റെ അപ്പൻ ഇന്നാരായിരുന്നു എന്ന് മഹത്വത്തിൽ നീ നിൻ്റെ അപ്പനി വല്ല മഹത്വവും കണ്ടിട്ടുണ്ടോടാ നായേ? അന്നേരം നിനക്കെവിടുന്ന ഈ മഹിമ വന്നത്? ഇപ്പം ചാടിക്കേറി. തന്തയ്ക്ക് യാതൊരു മഹിമവും ഇല്ല, തള്ളയ്ക്കും യാതൊരു മഹിമയും ഇല്ല. നിനക്കെങ്ങനെയാടാ ഈ മഹിമ ചാടിക്കേറിയത്? എൻ്റെ പെണ്ണുമ്പിള്ള വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മഹിമയാണോ? അതോ അവളെ അവിടുന്ന് കെട്ടിയെടുത്തുകൊണ്ട് വന്ന മഹിമയാണോ? അതോ അവളോട് കെട്ടിപ്പിടിച്ചപ്പോൾ ഉണ്ടായ മഹിമയാണോ? എങ്ങനെയാടാ ഇതുണ്ടായത്? നിന്നിലെ മഹിമ നിൻ്റെ മാതാപിതാക്കളുടേതാ. അവർക്ക് മഹിമയില്ലെങ്കിൽ നീയും ചെറ്റയാ. നീ ക്ലാസ് 1 ചെറ്റയാ. കൂഴപ്പിലാവയിൽ എങ്ങനെയാണ് വരിക്കച്ചക്ക ഉണ്ടാവുന്നേ?
വിട്ടി. നീ കൂഴയാടാ. നീ കൂഴയാന്ന് പറയുന്ന മാതാപിതാക്കളെ പ്ലാവിലുണ്ടായ കൂഴയാടാ നീ. അയ്യേ, അങ്ങനെ സ്വയം അറിഞ്ഞു നീയൊക്കെ. 10 പുത്തം കിട്ടുമ്പം പ്ലെയിനിൽ നിന്ന് കയറി അക്കരെ പോയി, അക്കരെ പച്ച കണ്ടു. ഉടനെ കഴിഞ്ഞ ജന്മമെല്ലാം പോയി. സഹോദരങ്ങളെയും വിട്ടു, മാതാവിനെയും വിട്ടു, പിതാവിനെയും വിട്ടു, എനിക്കും പമ്പളയ്ക്കും മക്കൾക്കും. പിന്നെ സ്തുതി പാടാനും ഓസിന് സ്വർഗത്തിൽ കയറ്റാനും ഒരു കത്തനാരും. മതി മതി, ചുമ്മാതാ. നിന്റെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയണവിടാ മോനെ. ഇല്ലേ, നീ പോയി, പോക്ക് കേസായി. നിന്റെ അൾട്ടിമേറ്റ് മാതൃക നിന്റെ മാതാവും പിതാവുമാണ്. നിന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി അവരാ. നിന്റെ അൾട്ടിമേറ്റ് ദൈവം നീ ആരാധിക്കേണ്ടതും അവരാ. നീ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കണ്ടാടാ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കണ്ട. അപ്പനെ അമ്മയെ സന്തോഷിപ്പിച്ചാൽ മാത്രം മതി. നീ പള്ളിയിൽ എന്തിനാടാ പതാരം കൊടുക്കുന്നേ? 10 എന്തിനാടാ അവിടെ കൊടുക്കുന്നേ? തന്തയ്ക്ക് നൽകി കൊടുക്കടാ. അവർക്ക് എണ്ണ വാങ്ങിക്കാൻ പൈസ അവിടെ, അവരെ നോക്ക്. മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യത്തിൽ നോക്കുന്ന പരിപാടി മനുഷ്യന് മാത്രമേ ഉള്ളടാ, കിളിക്കൊന്നും ഇല്ലടാ. കൊച്ചിലെ തള്ളക്കിളി തന്തക്കിളി ചുണ്ടത്ത് ആഹാരം കൊണ്ടുവന്ന് കൂട്ടിലിരിക്കുന്ന കിളിക്കുഞ്ഞുങ്ങൾക്ക് വായിലോട്ട് കൊടുക്കും. ഏതെങ്കിലും കിളി പ്രായമായിട്ട് അവിടെ ഇരിക്കുന്ന മുതുക്കം കിളിക്ക് കൊടുത്തോ? എവിടെയെങ്കിലും ചിറകറ്റ് കിടക്കുന്ന, ഇനി പറക്കാൻ വയ്യ, ആഹാരം എടുക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു മരണാസന്നമായ ഒരു കാക്കയ്ക്കോ പൂച്ചയ്ക്കോ വല്ലതും ആഹാരം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആനിമൽസിന് ഇത് പറഞ്ഞിട്ടില്ല. നീ മൃഗമാവാതെ, മൃഗത്തിൽ നിന്ന് വിവേചന ശക്തി, വിവേകം നിനക്ക് തന്നു. ദൈവത്തിൻ്റെ ബോധം നിന്നി തന്നു, കോൺഷ്യസ്നസ്. ആ പ്രപഞ്ചം മനസാക്ഷി നിന്നിൽ ഉണർന്നില്ലേ? നീയും മൃഗവും ഒന്നു തന്നെ. അതുകൊണ്ടാണ് കവി പാടിയത്, വാലുങ്കുമ്പും എഴാതുള്ള മഹിഷം തന്നെ അപ്പുമാനോ പോത്ത. വാലും കൊമ്പും ഇല്ലെന്നേ ഉള്ളൂ. പോത്താളിയൻ, പോത്തുമാത്തൻ. എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അവൻ്റെ പേര് മാത്തൻ എന്നായിരുന്നു. എൻ്റെ അമ്മ അവനെ വിളിക്കുന്നത് പോത്തുമാത്തൻ എന്നാണ്. അവൻ്റെ കയ്യിലിരിപ്പതായിരുന്നു. അന്ത്യവും അങ്ങനായി. പോത്തിനെ തല്ലിക്കൊല്ലുന്ന പോലെ മക്കൾ തന്നെ തല്ലിക്കൊന്നു. എന്നിട്ട് പള്ളി കൊണ്ട് അടയ്ക്കപ്പം ഇവനെ ഇമ്പങ്ങളുടെ പരദീസായിലിരുത്തേണമേ, അബ്രഹാമിൻ്റെ മടിയിലിരുത്തേണമേ, ഉക്കുവാന്നെങ്കിൽ ചന്തി ചുടുന്നില്ലേ, ഇസഹാക്കിൻ്റെ മടിയിൽ കൂടെ നിരുത്തിയേക്കണേ എന്നൊക്കെ കത്തനാർ കീർവാണം മരണ ശുശ്രൂഷ അടിച്ചപ്പം എനിക്ക് ദേഹമാകെ ചൊറിഞ്ഞു വന്നു. ഇവന്മാരുടെ അന്ത്യകൂദാശയ്ക്ക് ഇനിയും പോകുന്നില്ല ഞാൻ. ഇവന്മാരുടെ മരണാനന്തര ശുശ്രൂഷയ്ക്ക് ഞാൻ പോകുന്നില്ല. ഈ ചൊല്ലി കേട്ടാൽ ഏതവനും ചൊറിച്ചിൽ വരും. അപ്പനെ ഒരു ജന്മം പൂമോനെ വിളിച്ചവനെയും നീതിമാന്മാരുടെ കൂട്ടത്തിൽ വരെ എണ്ണയണമേ വലിച്ചു. നടക്കത്തിലടാ. രാവിലെ നീ കുർബാനയ്ക്ക് ചൊല്ലിയ തെമ്മാടത്തരം ദൈവം കേട്ടേ ചിരിക്കുക. നിൻ സ്തുതിയും ഹാലേലുയ്യായും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധി നീതിക്ക് അയ്യോ ചെയ്യരുതേ. വിധി നീതിക്ക് ചെയ്യരുതേ എന്ന് നീതിമാനായ ദൈവത്തോട് വിവരക്കേട് പാടുന്നവനാടാ നീ. നിൻ്റെ കുർബാനയിലായാലും അല്ലാത്ത വായനയിലായാലും. ഈഡിയറ്റ്സ്. ആരെയും കളിയാക്കാനല്ല. നീയൊക്കെ എന്തോ പ്രാർത്ഥിക്കുന്നതെന്ന് പോലും നിനക്കറിയത്തില്ല. ആരോടായി കസർത്തെന്നുള്ളത് പോലും നിനക്കറിയത്തില്ല. ഒരു കൂട്ടം ജനം അവിടെ മാതാവുമില്ല പിതാവുമില്ല. കത്തനാരേ കത്തനാരേ കാതോലിക്ക സിന്ദാബാദ്, സിംഹാസനം സിന്ദാബാദ്. കേട്ടതിന് നന്ദി. നേരമില്ലേറെ എന്നാകിലും വേലകളേറെയിൻ പാതയിൽ ഞാനറിഞ്ഞു എന്ന് ഞാൻ പാടിയിട്ടുണ്ട്. നേരമില്ല ഇനി അധികം, പക്ഷേ വേലകളേറെ ഉണ്ടെന്നൊരു ബോധവും. അതുകൊണ്ട് പല ആശയങ്ങൾ ഒന്നിച്ച് അറിയാതെ മിക്സ് ചെയ്ത് അങ്ങ് പറഞ്ഞതാണ്. അരോചകമല്ല, എല്ലാം തനതായ യൂണിക് വാല്യൂ ഉള്ള ആശയങ്ങൾ തന്നെ. കേട്ടു നോക്കിന്, 1, 2, 3 വട്ടം കേട്ടു നോക്കിന്. സത്യമല്ലാത്തൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ള സത്ത മനസ്സിലാക്കിയിട്ട്
നിങ്ങളുടെ പ്രാകൃത ഭാവത്തിൽ നിന്ന് മാറാമെങ്കിൽ, മാനസാന്തരപ്പെട്ട ഭാവിയാവാമെങ്കിൽ നീ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കും. ഇല്ലാങ്കിലോ ഏറ്റവും വലിയ അന്ധകാരത്തിൻ്റെ പുത്രന്മാരെന്ന് നിങ്ങളും വിളിക്കപ്പെടും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കഴിയുമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്താട്ട്. പിന്നെ വിരളിൻ്റെ അറ്റത്ത് വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യുകയും വേണ്ട. കേട്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.